യേശുക്രിസ്തുവിൽ ഏറെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ കത്തോലിക്കരുടെ ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ദിവ്യകാരുണ്യ യേശുവിനെ ഏറ്റവും അപമാനവും പീഡനങ്ങളും ഏൽപ്പിക്കുമ്പോൾ ഈ തിരുഹൃദയ വണക്കമാസത്തിൽ പെന്തക്കോസ്തായ്ക്കു ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് അല്പനേരം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ യേശുവിൻ്റെ തിരുഹൃദയത്തെ നമുക്ക് ആശ്വസിപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തന്നോടൊപ്പം നിത്യതയിൽ താൻ സ്നേഹിക്കുന്നവരും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ അങ്ങനെയുള്ളവർക്ക് സ്വർഗപ്രാപ്തിക്ക് അർഹത നേടിത്തരുന്നതിന് ഏറെ സഹായകരമായ ദിവ്യഭോജ്യം നൽകിക്കൊണ്ടാണ് യേശുക്രിസ്തു പീഡാസഹനങ്ങളിലേക്ക് പ്രവേശിച്ചത്. ആ ദിവ്യഭോജ്യം ഒരു പക്ഷേ ദിവസവും സ്വീകരിക്കുന്നവരായിരുന്നാലും അതിൽ നിന്നുള്ള ഫലങ്ങൾ എങ്ങനെ നമ്മിൽ പ്രവർത്തിക്കുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് അറിവില്ലായിരിക്കാം. വിശുദ്ധ കുർബാനയുടെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ കുർബാന ആത്മാവിനും ശരീരത്തിനും ഏറെ ഫലദായകമാണ്. രാജാവിനെ സന്തോഷിപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന രാജകീയ പ്രതിഫലം പോലെയാണ് വിശുദ്ധ കുർബാനയെന്ന് വിശുദ്ധ അൽഫോൻസൂസ് പറയുന്നു. അപ്പവും വീഞ്ഞും ഭൗതികമായി പ്രവർത്തിക്കുന്നത് പോലെ വിശുദ്ധ കുർബാന ആത്മീയമായി പ്രവർത്തിക്കുന്നു. അപ്പവും വീഞ്ഞും ഭൗതിക ഭക്ഷണമെന്ന രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ശരീരം അവയെ സ്വാംശീകരിക്കുന്നു. ജീവൻ നിലനിർത്തുന്നതിനും ശരീരത്തിന്റെ വളർച്ചയ്ക്കും ഉപകരിക്കുന്നു. ക്ഷീണവും ബലഹീനതയും അകറ്റി ശരീരത്തിന് ശക്തി പകരുകയും ചെയ്യുന്നു. രസമുകുളങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് സംതൃപ്തി നൽകുന്നു. അങ്ങനെ ഭക്ഷണം ശരീരമെന്ന മാധ്യമത്തിലൂടെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഇത്തരത്തിൽ ആത്മീയ തലത്തിൽ വിശുദ്ധ കുർബാന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. 1. ഐക്യപ്പെടൽ. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് ഐക്യപ്പെടുന്നു. നമ്മുടെ കർത്താവ് പറയുന്നു, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിന്റെ തുടർച്ചയാണ് വിശുദ്ധ കുർബാന. മനുഷ്യാവതാരത്തിലൂടെ മാനവരാശിയുമായി ഐക്യപ്പെട്ട ദൈവം വിശുദ്ധ കുർബാനയിലൂടെ മനുഷ്യവംശത്തിലെ ഓരോരുത്തരുമായി തന്നെ ഒന്നിപ്പിക്കുന്നു. 2 മെഴുകുതുണ്ടുകൾ ഉരുകുമ്പോൾ പരസ്പരം ലയിക്കുന്നതുപോലെ നമ്മുടെ ദൈവം പരിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും നമ്മോട് ഒന്നാകുന്നു. അതായത് അവൻ നമ്മിലും നാം അവനിലുമുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അവന്റെ സ്വഭാവം സ്വാംശീകരിക്കുകയും യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്നു എന്നാണ്. ദിവ്യകാരുണ്യത്തിലൂടെ ക്രിസ്തു നമ്മുടെ സ്വഭാവത്തെ തന്റേതാക്കി മാറ്റുന്നു. അല്പം പുളിമാവ് മൊത്തം മാവിന്റെ സ്വഭാവം മാറ്റുന്നതുപോലെ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ഭക്ഷണവും ശരീരത്തിനു വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭൗതിക ഭക്ഷണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, നമ്മുടെ ശരീരപ്രകൃതിയേക്കാൾ ദുർബലമാണ് നമ്മുടെ ഭൗതിക ഭക്ഷണം. മാത്രമല്ല, ശരീരം ഭക്ഷണത്തെ സ്വാംശീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആത്മീയ ഭക്ഷണമായ പരിശുദ്ധ കുർബാന നമ്മുടെ ആത്മപ്രകൃതിയേക്കാൾ ശക്തമാണ്. അതിനാൽ തന്നെ നമ്മുടെ ആത്മാവിനെ തന്റേതാക്കി മാറ്റുന്നു. കാട്ടുമരം നാട്ടുമരത്തിനോടൊപ്പം ഒട്ടിച്ചു ചേർക്കുന്നത് പോലെ പരിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിനെ സമ്പന്നമാക്കുന്നു. അതുപോലെ വിശുദ്ധ കുർബാന നമ്മെ പരസ്പരം ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ, അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കുകളാണ്. അതായത് എല്ലാ കത്തോലിക്കരും വിശുദ്ധ കുർബാനയിലൂടെ ഏകശരീരമാക്കപ്പെട്ടിരിക്കുന്നു. സഭാപിതാക്കന്മാർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പരസ്പരമുള്ള ഐക്യം എന്നാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന ഐക്യത്തിന്റെ അടയാളവും ദാനധർമ്മത്തിൽ ബന്ധിച്ച കൂട്ടായ്മയുടെ പ്രതീകവുമാണെന്ന് ട്രെന്റ് സൂനഹദോസ് പറയുന്നു. 2. വിശുദ്ധ കുർബാന കൃപയുടെ ഭണ്ഡാരം. യഥാർത്ഥ കൃപകൾ നൽകുന്ന വിശുദ്ധ കുർബാന അതുകൂടാതെ ആത്മവിശുദ്ധീകരണത്തിനുള്ള കൃപ വർദ്ധിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും പുതിയതും യഥാർത്ഥവുമായ കൃപകൾ ലഭിക്കുന്നു. അത് ഒരാളുടെ അഹംഭാവത്തെ ലഘൂകരിക്കുകയും ദൈവീകമായ ഇച്ഛാശക്തിയെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇരുളകറ്റി വെളിച്ചം വിതറുന്ന ഉദയസൂര്യനെ പോലെ പ്രവർത്തിക്കുന്ന വിശുദ്ധ കുർബാന ഏലിയാസ് കഴിച്ച അപ്പം പോലെ ശക്തിയും പകരുന്നു.
പ്രലോഭനങ്ങളെ ചെറുക്കാനുള്ള ശക്തിയും പുണ്യം അനുഷ്ഠിക്കുവാനുള്ള കൃപയും നൽകുന്ന വിശുദ്ധ കുർബാന ഭീരുക്കൾക്ക് സിംഹങ്ങളുടെ ധൈര്യം നൽകുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, കർത്താവിന്റെ രക്തത്താൽ ചുവന്ന ചുണ്ടുകൾ കാണുമ്പോൾ പിശാചുക്കൾ വിറയ്ക്കുന്നു എന്നാണ്. വലിയ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വരുന്നവർക്ക് പരിശുദ്ധ കുർബാനയോടുള്ള സമ്പർക്കം വഴി അതിനുള്ള ശക്തി നേടാനാകും. വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന ആദിമ ക്രിസ്ത്യാനികൾ വിശുദ്ധ കുർബാന സ്വീകരണങ്ങളിൽ നിന്നാണ് പീഡനങ്ങൾ സഹിക്കുന്നതിനാവശ്യമായ ഉൾക്കരുത്ത് നേടിയെടുത്തത്. അങ്ങനെ അവർ രക്തസാക്ഷിത്വത്തെ പുൽകുവാൻ വരെ ധൈര്യമുള്ളവരായി. ഏതെങ്കിലും വിധത്തിലുള്ള അപകടത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അറിയുമ്പോഴെല്ലാം അവർ അൾത്താരയിൽ പരിശുദ്ധ കൂദാശയിൽ അഭയം തേടും. തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നത് ആത്മനഷ്ടവും പരാജയവും സമ്മാനിക്കുമെന്ന അവബോധം അവർക്കുണ്ടായിരുന്നു. കഠിനമായ പ്രലോഭനങ്ങൾക്ക് വശംവദരാകുന്നവരും കൂടെ കൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നല്ലതാണ്. കാരണം ഇസ്രായേൽ ജനം വിനാശകനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പെസഹ കുഞ്ഞാടിന്റെ രക്തം വാതിൽപ്പടികളിൽ തളിച്ചതിനേക്കാൾ കൂടുതൽ ശക്തി വിശുദ്ധ കുർബാനയ്ക്കുണ്ട്. ഉപ്പവും വീഞ്ഞും ശരീരത്തെ സംരക്ഷിക്കുന്നത് പോലെ വിശുദ്ധ കുർബാന ആത്മാവിന്റെ ജീവനെ സംരക്ഷിക്കുന്നു. അത് നമ്മുടെ ആത്മാവിനെ ചൈതന്യം നൽകിക്കൊണ്ട് നമ്മിലെ കൃപകളെ വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ അരുളി ചെയ്തത്, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അതായത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരുവൻ മാരകമായ പാപത്തിൽ വീണ് ആത്മാവിനെ നശിപ്പിക്കുകയില്ല. മാരകപാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ വീണ്ടും അതിലേക്ക് തിരികെ ആകർഷിക്കാതിരിക്കുന്നതിനുള്ള സംരക്ഷണ മാർഗം കൂടിയാണ് വിശുദ്ധ കുർബാന. പാപമെന്ന വിഷത്തിനെതിരായ മറുമരുന്നാണ് വിശുദ്ധ കുർബാനയെന്ന് ട്രെൻഡ് കൗൺസിൽ പറയുന്നു. കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ കൃപയിൽ ഉറച്ചു നിൽക്കുന്നു. ദൈവം എപ്പോഴും സന്നിഹിതമായിരിക്കുന്നിടത്ത് ശത്രുവായ പിശാചിനെ നിലനിൽക്കാനാവില്ല. നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധീകരണം വിശുദ്ധ കുർബാനയിലൂടെ സാധ്യമാകുന്നു. നിത്യതയിൽ വരാനിരിക്കുന്ന മഹത്വത്തിന്റെ തോത് ഇന്നത്തെ നമ്മുടെ ആത്മവിശുദ്ധീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ നിത്യസൗഭാഗ്യത്തിന് വിശുദ്ധ കുർബാന കാരണമാകുന്നു. 3. വിശുദ്ധ കുർബാന ആത്മാവിന് പോഷണം. ശാരീരികമായി ബലഹീനരായ ആളുകളോട് പോഷകാഹാരങ്ങൾ ശീലമാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് പോലെ ആത്മീയമായ ദൗർബല്യങ്ങൾ നീക്കി ആത്മാവിന് ഊർജം പകരുന്നതിന് വിശുദ്ധ കുർബാന നമ്മെ സഹായിക്കുന്നു. നമ്മിലെ ദുരാഗ്രഹം കുറയ്ക്കുന്നതിന് വിശുദ്ധ കുർബാന കാരണമാകുന്നതിനാൽ പാപങ്ങളിൽ നിന്ന് നാം മോചിതരാകുന്നു. ഇടയ്ക്കിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരിൽ കോപം, അസൂയ, അശുദ്ധി, മറ്റ് ദുഷ്പ്രവണതകൾ എന്നിവയിൽ ഉൾപ്പെടുന്നതിനുള്ള സാധ്യതകൾ വളരെയധികം കുറയുന്നു. ആസക്തിയുടെ ജ്വാലകളെ ശമിപ്പിക്കുന്ന വിശുദ്ധ കുർബാന ദൈവികമായ തിരഞ്ഞെടുക്കപ്പെടലിനുള്ള അപ്പവും കന്യാത്വത്തിലേക്ക് ജനിപ്പിക്കുന്ന വീഞ്ഞുമാണ്. ഇറകും വൈക്കോലും കത്തിക്കുന്ന തീ കല്ലും ഇരുമ്പും കത്തിക്കാത്തതുപോലെ നാം പ്രത്യേകം ഓർക്കേണ്ടത് വിശുദ്ധ കുർബാന നമ്മെ മാരകപാപങ്ങളിൽ നിന്നല്ല ലഘുപാപങ്ങളിൽ നിന്നാണ് ശുദ്ധീകരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് കുമ്പസാരശേഷം വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപ് ഏതെങ്കിലും ലഘുപാപങ്ങൾ ചെയ്താൽ ഉടനെ നമ്മൾ മറ്റൊരു കുമ്പസാരം നടത്തേണ്ടതില്ല. വിശുദ്ധ കുർബാന ആത്മാവിന്റെ ഭക്ഷണവും ഔഷധവും ആകുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ്, നമ്മുടെ മരണശേഷമല്ല. 4. വിശുദ്ധ കുർബാന ആത്മാവിന് നവോന്മേഷം നൽകുന്നു. വിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിന് നവോന്മേഷം നൽകുന്നു. പുറപ്പാടിന്റെ കാലത്ത് ഇസ്രായേല്യർ കഴിച്ച മന്നയ്ക്ക് തേനിന്റെ രുചിയുണ്ടെന്ന് പറയപ്പെടുന്നു. വിശുദ്ധ കുർബാന ആശീർവദിക്കുന്നതിന് തൊട്ടുമുൻപ് നടത്തുന്ന പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാ മാധുര്യങ്ങളും അടങ്ങിയിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. അതിനാൽ വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത്, വിശുദ്ധ കുർബാനയിൽ യഥാർത്ഥ ഉറവിടത്തിൽ നിന്നുള്ള മാധുര്യം നാം ആസ്വദിക്കുന്നു എന്നാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നയാളുടെ യോഗ്യത എത്രത്തോളം വലുതാണോ അത്രയും വലുതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്ന മാധുര്യവും. എന്നാൽ ചിലപ്പോൾ വിശുദ്ധരിൽ നിന്ന് പോലും ദൈവം ഇത്തരം ആശ്വാസങ്ങൾ പിൻവലിക്കാറുണ്ട്. 5. വിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുന്നു.
നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധ കുർബാന വരാനിരിക്കുന്ന മഹത്തായ പുനരുത്ഥാനത്തിൻ്റെ വിത്ത് നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. നമ്മിൽ പ്രകടമാകുന്ന ഭക്തിയുടെ തോതനുസരിച്ച് പാപത്തിൻ്റെ താത്കാലിക ശിക്ഷകൾ പരിശുദ്ധ കുർബാനയാൽ ഇല്ലാതാക്കപ്പെടുന്നു. നമ്മുടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചാൽ പോലും മാരകമായ രോഗങ്ങൾ പോലും സുഖപ്പെടും എന്നിരിക്കെ, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള കൃപ ലഭിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ആത്മീയ രോഗത്തിൽ നിന്ന് എത്രയധികമായി സുഖപ്പെടുത്താനാകും. ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള മാർഗമായി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വിശുദ്ധ ലൂയിസ് ബെർട്രാൻഡ്സ് രോഗികളെ ഉപദേശിക്കാറുണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ക്രിസ്തുവിൻ്റെ ശരീരം നമ്മുടെ ജഡത്തിന് അനശ്വരതയുടെ വിത്താണ്. ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ നിന്നിരുന്ന ജീവന്റെ വൃക്ഷത്തെയാണ് വിശുദ്ധ കുർബാന നമുക്ക് പ്രതിനിധാനം ചെയ്യുന്നത്. പൂർണ്ണമായ ഒരുക്കത്തോടെ കൂടെ കൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്കാണ് നേരത്തെ പറഞ്ഞ കൃപകളൊക്കെ ലഭിക്കുന്നത്. പൂർണ്ണതയോടെ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാൻ പഠിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം അവനെ എപ്പോഴും സ്വീകരിക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, ലോകം മുഴുവനുമുള്ള വിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ എഴുന്നള്ളി വരുന്ന യേശുവിനെ നമുക്ക് ആരാധിക്കാം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.